ഹായ് പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആട്ടുകാൽ കിഴങ്ങ് സൂപ്പ്, അതിൻ്റെ റെസിപ്പി ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ പല ആളുകളും ചോദിച്ചു ഇതെവിടെയാണ് കിട്ടുന്നത്, ഇതിൻ്റെ പ്രയോജനങ്ങൾ, അതിനെ സംബന്ധിച്ച് പലരും കമൻറ്റിലൂടെയും അല്ലാതെയൊക്കെ ചോദിച്ചിരുന്നു. ഇത് നമുക്ക് മലയോര മേഖലകളിൽ താമസിക്കുന്ന ആളുകൾക്ക് വളരെ സർവ്വസാധാരണമായി ലഭിക്കുന്ന ഒന്നാണ് ആട്ടുകാൽ കിഴങ്ങ്. മലയോര മേഖലയല്ലാത്ത ആളുകൾക്ക് പാറക്കെട്ടുകൾ, ഈർപ്പം നിലനിൽക്കുന്ന സ്ഥലങ്ങളിലുള്ള പാറക്കെട്ട്, അതുപോലെ പഴയ മതിലുകൾ, പഴയകാല ഓടിട്ട വീടുകൾ, കോൺക്രീറ്റ് ബിൽഡിങ്ങുകളിലൊക്കെ ഈർപ്പം നിലനിൽക്കുന്ന സ്ഥലങ്ങളിൽ ആട്ടുകാൽ കിഴങ്ങ് വളരാറുണ്ട്. എന്തുകൊണ്ടാണ് ആട്ടുകാൽ കിഴങ്ങ് എന്ന പേര് വന്നത് എന്ന് നമുക്ക് നോക്കാം. ആട്ടിൻകാലിൽ ഉള്ളതുപോലെ അല്ലെങ്കിൽ ആട്ടുകാലിന് സാദൃശ്യമായ ഒരു രോമാവൃതമായ കിഴങ്ങാണ് ആട്ടുകാൽ കിഴങ്ങ്. അതുകൊണ്ടാണ് ആട്ടുകാൽ കിഴങ്ങ് എന്ന പേര് വന്നിട്ടുള്ളത്. ഒരു കായകൽപ്പ മൂലിയായ ആട്ടുകാൽ കിഴങ്ങ് നമ്മുടെ ശരീരത്തെ ജരാനര ബാധിക്കാതെ കാരിരുമ്പിൻ്റെ കരുത്തോടെ നിലനിർത്താൻ സഹായിക്കുന്നു. പടന്നൽ, പന്നൽ എന്നൊക്കെ അറിയപ്പെടുന്നു. ഒരു പന്നൽ വർഗ ചെടിയാണ് ഈ ആട്ടുകാൽ കിഴങ്ങ്. ഇന്ത്യ, മലേഷ്യ, ഇന്തോനേഷ്യ, ഫിലിപ്പീൻ, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ഇത് സർവ്വസാധാരണമായി ലഭിക്കുന്നതാണ്. ഇതിൻ്റെ കിഴങ്ങാണ് ഔഷധാവശ്യത്തിന് ഉപയോഗിക്കുന്നത്. കിഴങ്ങിനാണ് ഔഷധമൂല്യമുള്ളത്. ആയുർവേദം, സിദ്ധ, ഗ്രഹവൈദ്യം തുടങ്ങിയവകളിലൊക്കെ ഇത് ഔഷധാവശ്യത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ആട്ടുകാൽ കിഴങ്ങിൻ്റെ ഇലകൾ അതിൻ്റെ കിഴങ്ങിനെ കേടുപാടുകൾ കൂടാതെ ഒരു രക്ഷാകവചം പോലെ കവർ ചെയ്ത് ഇരിക്കും. കിഴങ്ങിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വളർന്നു വരുന്ന ഇലകൾ രണ്ട് ഭാഗത്തും പാളികളായിട്ട് നമുക്ക് കാണാൻ കഴിയും. മാത്രവുമല്ല, ആട്ടുകാൽ കിഴങ്ങിൻ്റെ ഇലയുടെ അടിഭാഗത്ത് കാക്കൽ പുള്ളികൾ പോലുള്ള പുള്ളികൾ ഉണ്ടായിരിക്കും. പിത്തം, വാതം, സന്ധിവേദന, നടുവേദന, ചുമ തുടങ്ങിയവയ്ക്കൊക്കെ വളരെ ഫലപ്രദമായ ഒരു സൂപ്പാണ് ആട്ടുകാൽ സൂപ്പ്. ഇത് നമുക്ക് കിഴങ്ങ് പച്ചയായും ഉണക്കി പൊടിയായും സൂക്ഷിച്ച് സൂപ്പായി ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.